നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ്. നമ്മുടെ തലച്ചോറിൽ നിന്ന് കണ്ണിലേക്ക് പോകുന്ന ഞരമ്പാണ് ഒപ്റ്റിക് നെർവ്. 2 ഞരമ്പുകൾ, അത് ഓരോ കണ്ണിലേക്കും പോകുന്നു. കാഴ്ചയ്ക്ക് കണ്ണ് നന്നായി പ്രവർത്തിച്ചാൽ മാത്രം പോരാ. കണ്ണിൽ റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഒപ്റ്റിക് നെർവ് തലച്ചോറിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിന് പ്രശ്നമുണ്ടായാൽ കാഴ്ച പ്രശ്നമുണ്ടാവാം. കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പിന് ഡാമേജ് ഉണ്ടെങ്കിൽ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടാവാം. അവസാനമായി തലച്ചോറിൻ്റെ ഉള്ളിൽ കുഴപ്പങ്ങളുണ്ടെങ്കിലും കാഴ്ച നഷ്ടപ്പെട്ടേക്കാം. കണ്ണിന് വേദനയും അതിൻ്റെ ഒപ്പം കാഴ്ച മങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഒപ്റ്റിക് ന്യൂറൈറ്റിസ്. എന്തൊക്കെയാണ് ഒപ്റ്റിക് ന്യൂറൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങൾ? മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് പെട്ടെന്ന് കാഴ്ച മങ്ങുകയും ചിലപ്പോഴൊക്കെ പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്യുക. കണ്ണിന് വേദനയുണ്ടാവും. അത് കൂടുതലും വെറുതെ നേരെ നോക്കുമ്പോഴല്ല, ഇടത്തോട്ടേക്കോ വലത്തോട്ടേക്കോ മുകളിലേക്കും താഴേക്കുമൊക്കെ കണ്ണ് അനക്കുമ്പോൾ കണ്ണിന് വേദന ഉണ്ടാവുക. കണ്ണിന് വേദനയോടെ ഒപ്പം കാഴ്ച മങ്ങിത്തുടങ്ങുമ്പോൾ അത് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ആണോ എന്നത് സംശയിക്കേണ്ടിയിരിക്കും. ഇങ്ങനെയുള്ളപ്പോൾ നിറങ്ങളൊക്കെ കുറച്ച് മങ്ങിയതായി തോന്നും. പ്രധാനമായിട്ടും ചുവന്ന കളറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു കടുപ്പം പോരാ, മങ്ങിയതുപോലെ. ആളുകളുടെ മുഖമൊക്കെ നോക്കുമ്പോൾ ഒരു മൂടൽ പോലെ. അത് കണ്ണിൻ്റെ ഒരു ഭാഗത്തല്ല, മുഴുവൻ ഒപ്റ്റിക് വിഷ്വൽ ഫീൽഡ് മുഴുവൻ. കൂടുതലും ഇത് ഒരു കണ്ണിലായിരിക്കും ഉണ്ടാവുക. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നൊക്കെ പറഞ്ഞുള്ള ചില അസുഖങ്ങളിൽ ഒരേ സമയത്ത് 2 കണ്ണിനും ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ഉണ്ടാകാം. എന്താണ് ഒപ്റ്റിക് ന്യൂറൈറ്റിസിലേക്ക് വഴിവെക്കുന്ന കാരണം? തലച്ചോറിൽ നിന്ന് കണ്ണിലേക്ക് പോകുന്ന ഞരമ്പിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, അത് ചിലപ്പോഴൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഇമ്മ്യൂണിറ്റി തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന രോഗങ്ങളിൽ കണ്ണിൻ്റെ ചുറ്റുമുള്ള മയലിൻ എന്ന് പറയുന്ന ഞരമ്പിൻ്റെ കോട്ടിംഗ് ഡാമേജ് ആവും. ഈ കോട്ടിങ്ങിന് വരുന്ന ഡാമേജ് കൊണ്ട് ഞരമ്പിന് വരുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനാണ് ഒപ്റ്റിക് ന്യൂറൈറ്റിസിലേക്ക് വഴിവെക്കുന്നത്. ഒപ്റ്റിക് ന്യൂറൈറ്റിസ് അല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതുപോലെ കാഴ്ച നഷ്ടപ്പെടുന്നതിലേക്ക് വഴിവെക്കാവുന്നത്? കണ്ണിൻ്റേതായ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷൻ, റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, ഇങ്ങനെയുള്ള ചില അസുഖങ്ങളിൽ കാഴ്ച നഷ്ടപ്പെടാം. പക്ഷേ ഓർക്കേണ്ട കാര്യം, ഇവയെല്ലാം മിക്കപ്പോഴും വേദന ഉണ്ടാവില്ല. വേദനയോടെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ആകാം. വേദനയും അതിൻ്റെ ഒപ്പം കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരസുഖമാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമയിൽ പക്ഷേ കണ്ണ് നല്ല ചുമന്നായിരിക്കും ഇരിക്കുക. കണ്ണ് വെറുതെ നേരെ നോക്കുമ്പോഴും രോഗിക്ക് വേദന ഉണ്ടാവും. അനക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ചുമന്ന് നല്ല തടിച്ച് ആയിരിക്കും ഇരിക്കുക. പിന്നെ കണ്ണിലേക്ക് പോകുന്ന ഞരമ്പിൽ പ്രസ് ചെയ്യുന്ന ട്യൂമറുകളൊക്കെ, ഇവയെ കംപ്രസീവ് ഒപ്റ്റിക് ന്യൂറോപ്പതി എന്നാണ് വിളിക്കുക. ഉദാഹരണത്തിന് തലച്ചോറിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മെനിഞ്ചിയോമ എന്ന് പറയുന്ന ചില ട്യൂമറുകൾ, പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്രന്ഥി വീക്കം വെക്കുന്നത് കൊണ്ട്, പിറ്റ്യൂട്ടറി അഡിനോമ ഉള്ളതുകൊണ്ട് ഞരമ്പിന് കംപ്രഷൻ വന്നാൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കാഴ്ചയ്ക്ക് മങ്ങൽ വരാം. അതുകൊണ്ട് തന്നെ കാഴ്ച മങ്ങൽ വന്നാൽ അത് എന്ത് എന്നുറപ്പാക്കുന്നതിന് കണ്ണിൻ്റെ ഡോക്ടറിനെയും ചിലപ്പോൾ ന്യൂറോളജിസ്റ്റിനെയും കാണേണ്ടി വരാം. കണ്ണിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ ഒപ്റ്റിക് ന്യൂറൈറ്റിസിൻ്റെ പരിശോധനകൾ നടത്തണം. എന്തൊക്കെ പരിശോധനകളാണ് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് വരുമ്പോൾ നടത്തേണ്ടത്? പ്രധാനമായും കണ്ണിൻ്റെ ചെക്കപ്പ് നടത്തണം. ലോക്കൽ കോസസ്, കണ്ണിൻ്റേതായ പ്രശ്നങ്ങളല്ല എന്നത് ഉറപ്പാക്കണം. കണ്ണിൻ്റേതായ പ്രശ്നമല്ല എന്നുറപ്പാക്കിയാൽ പിന്നെ നമ്മൾ തലയുടെ ഒരു MRI ചെയ്യും. ഇഞ്ചക്ഷൻ കൊടുത്തുള്ള കോൺട്രാസ്റ്റ് MRI ആയിരിക്കും ചെയ്യുക. അതിൽ തലച്ചോറും കണ്ണിൻ്റെ ഞരമ്പുകളും നമ്മൾ പരിശോധിക്കും. ഞരമ്പിൻ്റെ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആണോ, അതോ ഞരമ്പിൽ തട്ടുന്ന ട്യൂമറുകളൊക്കെ വല്ലതും ഉണ്ടോ എന്നത് നമുക്ക് നോക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ വിഷ്വൽ ഫീൽഡ് ചെക്ക് ചെയ്യും. ഒപ്റ്റിക് ന്യൂറൈറ്റിസിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോക്കുമ്പോൾ മുഴുവനായിട്ടുള്ള ഒരു മങ്ങലായിരിക്കും.
കണ്ണിലേക്കുള്ള രക്തയോട്ടം കുറയുന്ന ഇഷ്കീമിക് ന്യൂറോപ്പതിയിലൊക്കെ നമ്മൾ നോക്കുന്നതിൻ്റെ അകത്ത് ചെറിയൊരു ഭാഗത്ത് മാത്രം ഒരു കാഴ്ചയില്ല, ഒരു ഫീൽഡ് ഡിഫക്റ്റ് ഒക്കെ ആയിട്ട് കാണാറുണ്ട്. ഇത് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ആണ് എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാരണമെന്ത് എന്ന് നോക്കാൻ ചില ടെസ്റ്റുകൾ ചെയ്യണം. രക്തത്തിലും നട്ടെല്ലിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് ലംബാർ പങ്ക്ചർ ചെയ്തും നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഞരമ്പുകൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ന്യൂറോമയലൈറ്റിസ് ഒപ്റ്റിക്ക, മയലിൻ ഒലിഗോഡെൻഡ്രോസൈറ്റ് ഗാംഗ്ലിയോപ്രോട്ടീൻ, മോഗ് ആൻറ്റിബോഡി എന്നൊക്കെ പറഞ്ഞുള്ള ചില ബുദ്ധിമുട്ടുള്ള പേരുകളുള്ള അസുഖങ്ങൾ, ഇതൊക്കെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഞരമ്പിന് ഡാമേജ് ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. ഒറ്റ പ്രാവശ്യമല്ല, ഭാവിയിലും ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ഉണ്ടാകാനുള്ള കാരണം ആകാവുന്ന രോഗങ്ങളാണിവ. ഒപ്റ്റിക് ന്യൂറൈറ്റിസിൻ്റെ ചികിത്സ എങ്ങനെയാണ്? ഇമ്മ്യൂണിറ്റി തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടുള്ള ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ആണ് എങ്കിൽ അതിൻ്റെ പ്രധാനമായിട്ടുള്ള ചികിത്സ സ്റ്റിറോയിഡാണ്. മീഥൈൽ പ്രെഡ്നിസോലോൺ എന്ന് പറയുന്ന പവർ കൂടിയ ഒരു സ്റ്റിറോയിഡ് രോഗിയെ അഡ്മിറ്റ് ആക്കിക്കൊണ്ട് നമ്മൾ 3 മുതൽ 5 ദിവസം വരെ കൊടുക്കും. ഈ സ്റ്റിറോയിഡ് മരുന്നുകൾ കൊടുക്കുമ്പോൾ പ്രഷർ പൊങ്ങാനും ഷുഗർ പൊങ്ങാനും ഒക്കെയുള്ള അപകട സാധ്യതയുള്ളതുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി ഡോക്ടറിൻ്റെ നിരീക്ഷണത്തിൽ വേണം ഇവ എടുക്കാൻ. ഇതിൻ്റെ ഒപ്പം ചില വൈറ്റമിനുകളും കണ്ണിലൊഴിക്കാനുള്ള തുള്ളിമരുന്നുകളുമൊക്കെ ഉപയോഗിച്ചേക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഡീമയലിനേറ്റിംഗ് ഡിസീസസ് എന്ന് വെച്ചാൽ ഞരമ്പിൻ്റെ കോട്ടിംഗ് ആയ മയലിന് ഡാമേജ് ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് എങ്കിൽ ഭാവിയിൽ ഈ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള ചില മരുന്നുകൾ കഴിക്കേണ്ടി വന്നേക്കാം. ഉദാഹരണത്തിന് അസാതയോപ്രിൻ, റിട്ടുക്സിമാബ് എന്നൊക്കെ ഉള്ള മരുന്നുകൾ. ചിലത് ഗുളികകളാണ്, ചിലത് 6 മാസത്തിലൊക്കെ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടി വന്നേക്കാം. കാഴ്ചയുടെ മങ്ങലുണ്ടാവുക, അതിൻ്റെ ഒപ്പം കണ്ണ് അനക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുക, വളരെ പെട്ടെന്ന് കാഴ്ച ഡൗൺ ആവുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും നേരത്തെ നിങ്ങൾ ഡോക്ടറിനെ കാണേണ്ടതുണ്ട്. ഉചിതമായ സമയത്ത് പെട്ടെന്ന് ചികിത്സ തുടങ്ങിയാൽ പൂർണ്ണമായും നമുക്ക് കാഴ്ച വീണ്ടെടുക്കാൻ പറ്റും. സമയം താമസിച്ചാൽ ചിലപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായി റിക്കവർ ചെയ്യാതിരുന്നേക്കാം. നന്ദി.